ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് വൈറ്റ് സോസ് പാസ്തയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാം നോക്കാം. അതിനു മുമ്പായി നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നതാണ്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇതിന് ആദ്യം ചിക്കൻ കഴുകിയിട്ടെടുക്കാം. അപ്പോൾ ഇത് നല്ലോണം കഴുകിയെടുത്ത ചിക്കനാണിത്. ഇനി ഇതിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഉപ്പും കുരുമുളക് പൊടിയും നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇത് ചിക്കൻ വേവുന്ന സമയം കൊണ്ട് പാസ്തയും കൂടി നമുക്ക് വേവിച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ വേവിച്ച അതേ കുക്കറിൽ തന്നെ പാസ്തയും വേവിച്ചിട്ടെടുക്കുക. ഒറ്റൊരു വിസിൽ വന്നാൽ മതിയാകും. ഞാനിപ്പം വേറൊരു പാത്രത്തിലാണ് പാസ്ത വേവിക്കാൻ പോകുന്നത്. ഇതിലും ഉപ്പും കുരുമുളക് പൊടിയും കുറച്ച് ഓയിലും ചേർത്ത് കൊടുത്തിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഞാനിപ്പോൾ 9 മിനിറ്റ് വേവിച്ചെടുക്കുകയാണ് ചെയ്തത്. 9 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നല്ലൊരു ഒത്ത വേവാണ് വന്നത്, അധികം വെന്ത് പോയിട്ടില്ല. അപ്പോൾ ആ പാസ്ത വെന്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ബട്ടറും ഓയിലും ചേർത്തതിന് ശേഷം ഇതിലേക്ക് വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തതും മഷ്റൂമും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഷ്റൂം നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതിയാകും. മഷ്റൂം ചെറുതായി വാടി വരുമ്പോൾ ഇതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ക്യാരറ്റൊക്കെ നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഇതാ ഈ ഒരു പാത്രത്തിൽ തന്നെ നമുക്ക് വൈറ്റ് സോസ് തയ്യാറാക്കിയിട്ടെടുക്കാം. ബട്ടറും ഓയിലും ചേർത്തതിന് ശേഷം ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണും മൈദയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മെൽറ്റ് ചെയ്തിട്ടെടുക്കാം. മൈദ കട്ടയില്ലാണ്ട് ഒന്ന് മെൽറ്റ് ചെയ്തിട്ടെടുക്കുക. ഇനി ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കുക. പാല് ഒഴിച്ചതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കുരുമുളക് പൊടി നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂണാണ് ചില്ലി ഫ്ലേക്സ് ഇട്ടത്. ഇനി ഇതിൽ കുറച്ച് ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രമാണ്. ഇനി ഇതിൽ വേവിച്ച ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ വാട്ടിയെടുത്ത ക്യാരറ്റും മഷ്റൂം എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുക. ഇനി ഇതൊക്കെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച പാസ്ത ചേർത്ത് കൊടുക്കാം. പാസ്ത ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്യുമ്പോൾ ഇതുപോലെ ഒന്ന് താഴേന്ന് മേലോട്ടേക്ക് വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ. മസാലയൊക്കെ മുകളിലൊക്കെ വന്ന് എല്ലാവിടെയും എത്തുന്ന രീതിയിൽ വേണം ചെയ്ത് കൊടുക്കാൻ. ഇനി ഇതിൽ ഉപ്പൊക്കെ ഉണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പീസ് ചിക്കൻ സ്റ്റോക്കും ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ സ്റ്റോക്ക് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതൊക്കെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ലൊരു ക്രീമി ആയിട്ടുള്ള ഒരു പാസ്തയാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് പാസ്തയാണിത്. അപ്പോൾ തീർച്ചയായും നിങ്ങളിതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.